പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കഴിഞ്ഞ എപ്പിസോഡിൽ പത്മത്തിനോട് മാഷ് വേദയെപ്പറ്റി പറയാണ്, തോൽക്കുന്നത് കൊണ്ടുള്ള നാണക്കേട് കൊണ്ടല്ല, പക്ഷേ അതിനു മുമ്പ് ഒരു ദിവസമെങ്കിലും അവനെ എൻ്റെ മുമ്പിൽ വിജയിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നുമല്ല, ഒരച്ഛനെന്ന നിലയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹമാണ് കമല. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അത് കാണണം എന്നുള്ള ഒരച്ഛൻ്റെ മോഹം. അപ്പോൾ കമല കരഞ്ഞുകൊണ്ട് മാഷിൻ്റെ നെഞ്ചിലേക്ക് മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് വീഴുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ ഒരു മുറിയിൽ ഇങ്ങനെ ഇരുട്ടത്ത് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങോട്ട് ശ്രീജ വന്ന് ലൈറ്റ് ഇട്ടിട്ട് ചോദിക്കുകയാണ്, നേരം കുറേയായി, ഉറങ്ങുന്നില്ലേ? ഉറക്കം വന്നില്ല. അച്ഛൻ കഴിക്കാതെ പോയത് ഓർത്തിട്ടാണോ? നന്ദിനി അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വേദ പറയാണ്, സാരമില്ല ശ്രീജയടുത്തി, അച്ഛൻ എന്നെ വഴക്ക് പറയുന്നത് നന്ദിനിയടുത്ത് വിചാരിച്ച് കാണും, കഴിക്കാതെ എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിച്ച് കാണില്ല. അപ്പോൾ ശ്രീജ പറയാണ്, അച്ഛനോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ, വിക്രമിൻ്റെ കാര്യം ഓർത്ത് അത്രയ്ക്ക് സങ്കടമുണ്ട് അച്ഛൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല ശ്രീജയടുത്തി, ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയുന്നില്ലേ. ഇവിടുത്തെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ അച്ഛനെങ്ങാനും ആയിരുന്നെങ്കിലേ എപ്പോഴേ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയിരുന്നു. ഏടത്തി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ മോളെ? ഞാനിന്ന് വെറുതെ വിക്രമിൻ്റെ മുറിയിലേക്ക് പോയി. അടുക്കി പെറുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ ഷെൽഫിൽ കുറേ കപ്പുകളും മെഡലുകളും സർട്ടിഫിക്കറ്റ്സുകളും ഒക്കെ കണ്ടു. എല്ലാം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടിയ സമ്മാനങ്ങളാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പ് സ്കോറർ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ആൾ എങ്ങനെ ഇങ്ങനെയായി പോയത്? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ശ്രീജ പറയാണ്, വിധി ചിലപ്പോൾ അങ്ങനെയാണ് മോളെ, നമ്മൾ വിചാരിക്കാത്ത പലതും ചെയ്തു കളയും. അപ്പോൾ വേദ ചോദിക്കുകയാണ്, എന്താ ശരിക്കും സംഭവിച്ചേ? നീ ആലോചിച്ചത് ശരിയാണ് മോളെ, അത്രയും മിടുക്കനായ ഒരാൾ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോൾ വിക്രം കോളേജിലാണ്. എല്ലാത്തിനും മിടുക്കനായ ഒരുവൻ, എല്ലാവരുടെയും പ്രതീക്ഷ അവനിലായിരുന്നു. അവൻ പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന് എല്ലാവരും കരുതി. ഇപ്പം കാണുന്ന പോലൊന്നും അല്ലായിരുന്നു അവൻ. എല്ലാവരോടും നല്ല ജോലിയായിരുന്നു. എപ്പോഴും കളിയും ചിരിയും തമാശയും. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കണ്ണെത്തുമായിരുന്നു. അച്ഛന് ഏറ്റവും അടുപ്പം അവനോടായിരുന്നു, ശരിക്കും കൂട്ടുകാരെ പോലെ. ഇങ്ങനൊരു അച്ഛനും മകനും ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ വേദ പറയാണ്, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന അച്ഛനും മകനും എങ്ങനെ ഇങ്ങനെ ആകാൻ പറ്റുമോ? അപ്പോൾ ശ്രീജ പറയാണ്, ആ ബന്ധം ഞാൻ നേരിൽ കണ്ടോളല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിക്രമിനൊരു പനി വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും വഷളായി. ആൾ കുഴഞ്ഞു വീണു. 1-2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ആ സമയത്ത് അച്ഛൻ ജലപാനം കഴിച്ചിട്ടില്ല, ശരിക്കും ഉപവാസം. വിക്രമിന് ഭേദമായിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ളൊരു വാശി. എന്നോടും എന്തൊരു കാര്യമായിരുന്നു എന്നറിയോ? ഏടത്തിയമ്മ എന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനമാണ്, അതുകൊണ്ട് അമ്മയായിട്ടേ ഞാൻ കണക്കാക്കുമെന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ മാറി മറിഞ്ഞു. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ലോകം മാറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എല്ലാം കേട്ടിങ്ങനെ വേദനിക്കുകയാണ്. ശ്രീജ തുടരാണ്, അതുവരെ അച്ഛൻ്റെ കണ്ണൊലുണിയായ മകൻ പിന്നീട് തെമ്മാടിയും റൗഡിയായി. കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവർ ശത്രുക്കളെ പോലെയായി. അവൻ്റെ പഠനം നിലച്ചു. ജീവിതത്തിൻ്റെ കുറേ വർഷങ്ങൾ അവൻ സ്വയം തുലച്ചു. അതോടെ അവൻ മറ്റൊരാളെ പോലെയായി, അതുവരെ ഇല്ലായിരുന്ന മറ്റൊരാൾ. വേദ ചോദിക്കണ്, തെളിച്ച് പറയട്ടെ, എന്താ ഉണ്ടായത്? എന്താ വിക്രമിന് സംഭവിച്ച്? എനിക്കത് അറിയണം, എല്ലാം എനിക്കറിയണം, പറയട്ടെ. ഒരു ദിവസം വിക്രം എന്ന് പറഞ്ഞ് മുഴുമിക്കാനായില്ല. അപ്പോൾ ശ്രീജ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അമ്മ വരികയാണ്. ശ്രീജയോട് അല്പം ദേഷ്യത്തോടെ പറയാണ്, നിനക്ക് കിടക്കാറായില്ലേ എന്ന് ചോദിക്കും. ഊവമ്മേ, പോവാണ്. എന്നാ ചെല്ല്. അങ്ങനെ അവൾ കഥ മുഴുമിക്കാതെ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അമ്മ വേദയോട് പറയാണ്, മോള് കിടന്നോളൂ, സമയം കുറേയായി. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം വേദ അലക്കിയ ഡ്രസ്സ് അയലിടുമ്പോൾ അമ്മ വന്നു കണ്ട് വേദ എന്ന് വിളിക്കും. അവൾക്ക് കാപ്പിയുമായി വന്നാണ് കാപ്പി കൊടുക്കും. എന്നിട്ട് അവളോട് പറയാണ്, ഇനി മുതൽ മോൾ ഹാളിൽ കിടക്കണ്ട, തട്ടിമ്പുറത്തുള്ള
കോണിമുറിയിൽ അമ്മ ഒരു കട്ടിലിടാം, അവിടെ ഉറങ്ങിയാൽ മതി. അപ്പോൾ അവൾ ചോദിക്കും, അമ്മേ അത് അച്ഛനറിഞ്ഞാൽ? ഒന്നും പറയില്ല, എനിക്കറിയാം. മോളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് മോളോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ലല്ലോ. ചിലപ്പോൾ നീ മുഖേന നന്നാവാനാവും എൻ്റെ മകന് യോഗമെങ്കിലോ. അപ്പോൾ എന്നെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിച്ചു എന്നാണോ? ഇങ്ങനൊരു ശാഠ്യക്കാരിയായ മരുമകളാകുമ്പോൾ അമ്മായിമ്മക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ വേദ പറയണേ, പതിയെ പതിയെ വീട്ടിലെല്ലാവരും അത് അംഗീകരിച്ചോളും. മുത്തശ്ശി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലെ അമ്മായിമ്മ സ്വന്തം അമ്മയെ പോലെ ആയിരിക്കുന്നു, ഒരിക്കലും അമ്മായിമ്മയെ പോലെ ആയിരിക്കില്ല. ആ അനുഗ്രഹം ഫലിച്ചു. ഒരു തരത്തിൽ എൻ്റെ അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു അമ്മയാണ് എനിക്കിവിടെ കിട്ടിയത്. ഇതൊക്കെ കേട്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഛേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. വേദ അമ്മയോട് തുടരുകയാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, അമ്മ സത്യം പറയുമോ? അപ്പോൾ അമ്മ പറയും, ഇന്നലെ ശ്രീജയോട് ചോദിച്ച അതേ ചോദ്യമാണോ? അതെ എന്ന് പറയും. അമ്മ പറയാണ്, ചില കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാനുള്ളതാണ് മോളെ. വെറുതെ മനസ്സിൻ്റെ ഭാരം കൂട്ടാൻ വേണ്ടി അതൊന്നും ഓർക്കരുത് എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോവുകയാണ്. അവളോട് കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നന്ദിനിയുടെ റൂമിൽ ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇപ്പം അവൾ അമ്മയും കയ്യിലെടുത്തു. ഇനി അമ്മ വഴി അച്ഛനെയും സോപ്പിടും. ശ്രീജയടത്ത് ഇപ്പം തന്നെ അവളുടെ കുപ്പിയിൽ മുങ്ങി കിടക്കുക. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെ അത്ര എളുപ്പത്തിൽ ഇവിടെ വന്ന ആളാവണ്ട, ശരിയാക്കി തരാം. പിന്നെ കാണിക്കുന്നത് സീത ജോലിക്ക് പോകാൻ വേണ്ടി, അമ്മേ ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയാണ്. അപ്പോൾ അമ്മ വന്നുകൊണ്ട് പറയും, എടി റേഷൻ വാങ്ങാൻ മറക്കല്ലേ, ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. അത് ഈ അച്ഛനെ പറഞ്ഞ് വിട്ടൂടെ അമ്മേ, ഇനി ഞാൻ പോയി ക്യൂ നിൽക്കണോ? അപ്പോൾ അമ്മ, ഒരാഴ്ചയായിട്ട് ഞാൻ പറയാം, എന്നിട്ട് ഇതുവരെ കേട്ടില്ലല്ലോ. നീ ആ ബിവറേജിൽ നിന്ന് കുപ്പി വാങ്ങാൻ പറഞ്ഞു നോക്കിയാൽ വാലിന് തീ പിടിച്ച പോലെ പോകുന്നു നോക്കാം. അപ്പോൾ അവൾക്കൊരു ഫോൺ വരികയാണ്. അത് നന്ദിനിയാണ്. ആ നന്ദിനി അടുത്തി, എന്തൊക്കെയുണ്ട് വിശേഷം? വലിയ വിശേഷങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ മോളെ, അത് നടക്കും വരെ നീ പൊരുങ്ങാൻ വെച്ച കോഴിയെ പോലെ മിണ്ടാതിരുന്നോ. കാര്യം പറയട്ടെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നന്ദിനി പറയാണ്, ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലേ അത് നിന്റെ കഷ്ടകാല. എടി പൊട്ടിക്കാളി, അവളിപ്പോൾ പഴയ പോലെയല്ല, പതുക്കെ പതുക്കെ വീട്ടിൽ സ്ഥാനം പിടിച്ചു തുടങ്ങി. ആര്? ആ വേദാളോ? അല്ലാതെ വേറെ ആര്? ആദ്യം അമ്മ അവളെ വിളിച്ച് അകത്ത് കയറ്റി. ഇപ്പോഴത്തെ അമ്മ അവൾക്ക് മുറിയും കൊടുത്തു. രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടത്, പിടിവാശിക്കാരിയായ മരുമകൾ വന്ന് കയറിയ അമ്മായിയമ്മക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന്. ദേ ശ്രീജയടത്തെയും അമ്മയെയും അവൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ലക്ഷ്യം അച്ഛനായിരിക്കും. അതുകൊണ്ട് എന്താ കാര്യം ശ്രീജയടത്തി? വിക്രമേട്ടൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ? എടി, അത് ആണുങ്ങളുടെ മനസ്സ് നിനക്ക് അറിയാത്തോണ്ടാ. കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മതിയെന്ന് തോന്നും. അതെ, വിക്രമേട്ടൻ അങ്ങനെ ഒന്നും തോന്നില്ല എന്ന് വിശ്വസിച്ച് നീ അവിടെ ഇരുന്നോ. എടി പോത്തെ, നീ അവളെയും നിന്നെയും എപ്പോഴെങ്കിലും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എടി, അവള് കോടീശ്വരൻ്റെ മോളാ. നീയോ? എടി, നാളെ വേദ അവൾ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച ആ വീടും സ്വത്തും അവനുള്ളതല്ലേ. ആദ്യം ഒന്ന് എതിർക്കാൻ ശ്രമിച്ചാലും ആ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകുകയാണെന്നേ ആരും കരുതൂ. പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും വേദ നിന്നെക്കാളും മുകളിലാണല്ലോ. അപ്പോൾ സീതക്ക് ദേഷ്യം വരികയാണ്. ആ നന്ദിനി അടുത്തി, നീ എന്നെ വിളിച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പം ചെയ്യ്. അപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് ഓട്ടോയിലേക്ക് കയറുകയാണ്. അവൾ ഓട്ടോ ഓടിച്ച് സ്പീഡിൽ പോയി. പിന്നെ കാണിക്കുന്നത് നന്ദിനി തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിനായകനെ സന്തോഷത്തോടെ ഓടി വന്ന് അവളെ നന്ദിനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അവൾ വിട് വിട് എന്ന് പറഞ്ഞ് കൊതർന്നുകൊണ്ട്, ആരുവാണെങ്കിലും കാണട്ടെ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്നിട്ട് അവളെയും പിടിച്ച് ഡാൻസ് ആടുകയാണ്. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ പിടിച്ച് ഒരു ഉമ്മ വെക്കാൻ നോക്കുമ്പോൾ അവൾ ഒന്ന് തള്ളും, ഒന്ന് വീഴും. എടി നന്ദിനി, നീ ഇങ്ങോട്ട് വാ, എല്ലാവരും വിളിക്കേ, എല്ലാവർക്കും വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട്, വാ വാടി എന്ന് പറഞ്ഞ് അവളെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അമ്മേ, വിശ്വേട്ടാ, എല്ലാവരും വരി. അവൻ സന്തോഷത്തോടെ ആർത്ത് വിളിക്കുകയാണ്. നന്ദിനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മനുഷ്യ, എന്താണ്? അപ്പോൾ അവൻ പറയും, അടങ്ങ്. അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീജയും വിശ്വനും അമ്മയും ഒക്കെ കടന്നു വരികയാണ്. എന്താടാ വിളിച്ചു പോകുന്നത്? അമ്മ ചോദിച്ചു. അപ്പം ഇവൻ പറയും, സന്തോഷം കൊണ്ടാ അമ്മേ. അപ്പോൾ നന്ദിനി പറയാണ്, വന്ന് കയറുമ്പോൾ തുടങ്ങിയതാണ് അമ്മേ, എന്തോ വലിയ സന്തോഷ വാർത്ത ഉണ്ട് അത്രേ. അങ്ങോട്ടേക്ക് വേദയും വന്ന്. അപ്പോൾ വിശ്വം പറയാണ്, എന്താടാ വല്ല കച്ചവടം നടന്നോ? അപ്പോൾ വിനായകൻ പറയാണ്, അതൊക്കെ ഉണ്ട് ഏട്ടാ, എന്തായാലും എൻ്റെ സന്തോഷം
നമ്മുടെ വീട്ടുകാരുമായി ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും അടക്കം നമ്മളെല്ലാവരും ഗോവയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ പോകുന്നു. അപ്പോൾ അമ്മ, ഗോവയ്ക്ക് ട്രിപ്പോ? നിനക്കെന്താ വട്ടാണോ? സംശയിക്കേണ്ട അമ്മേ, ഒരാഴ്ച നമുക്ക് അവിടുത്തെ ബീച്ചിലൊക്കെ അടിച്ച് പൊളിച്ച് നടക്കാം. അപ്പോൾ നന്ദിനി ചോദിക്കണേ, അതിന് കാശ് കുറേ വേണ്ടേ? അത് മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നും പേടിക്കണ്ട, അതൊക്കെ വരും. അപ്പോൾ അമ്മ ചോദിക്കണ്, എങ്ങനെ വരും? ഞാൻ പറഞ്ഞുതരാം. ഒരു പാർട്ടിയുമായി ഒരു ഡീല് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കിട്ടിയ ഗിഫ്റ്റ് വൗച്ചറാണ്. താമസവും ഭക്ഷണവുമെല്ലാം ഫുൾ ഫ്രീ. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, ട്രെയിൻ ടിക്കറ്റ് നമ്മൾ എടുക്കണ്ടേ? അതിന് കുറേ കാശാവില്ലേ? അതിന് ട്രെയിനിലൊക്കെ ആര് പോകുന്നടി? നമ്മൾ ഫ്ലൈറ്റിലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നന്ദിനി ഇങ്ങോട്ട് അയാളെ പിടിച്ച് പറയും, സത്യം പറയാം മനുഷ്യ, നിങ്ങൾ വല്ല കള്ളും കുടിച്ചിട്ടുണ്ടോ? ഇത്രയും പേര് ഫ്ലൈറ്റിൽ പോകുന്നതിന് രൂപ എത്ര ആവുമെന്ന് അറിയോ? അതിന് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ അവരല്ലേ തരുന്നത്, ഞാൻ ഡീൽ ചെയ്തേക്കുന്ന പാർട്ടി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരാൻ എന്ത് ഡീലാടാ നടന്നത്? അതൊക്കെ ഉണ്ടമ്മേ. ഈ പ്രത്യേകതരം റിയൽ എസ്റ്റേറ്റിൻ്റെ ഡീലെന്ന് പറഞ്ഞാലേ അമ്മക്ക് മനസ്സിലാവില്ല. പിന്നെ പോകുന്ന ഡേറ്റൊക്കെ ഞാൻ നാളെയോ മറ്റന്നാളെയോ പറയാം. എല്ലാവരും പെട്ടികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചോണം. വാ നന്ദിനി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ വേദയെ മാറ്റി നിർത്തിയുള്ള സംസാരം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ചോദിച്ചു, വിനായക, വിക്രമും വേദവും ഇല്ലേ ഇവിടെ? അതമ്മ, ഇത് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമുള്ളതല്ലേ. പിന്നെ വേദ നമ്മുടെ ഫാമിലി ഒന്നും അല്ലല്ലോ. പിന്നെ വിക്രം, ഒന്നാമത് അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂടത്തില്ല. പിന്നെ അവൻ വന്ന അച്ഛനും ഉണ്ടാകത്തില്ല. അങ്ങനെ അച്ഛനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാകത്തില്ല. അങ്ങനെ അയാൾ റൂമിലേക്ക് പോവാണ്, നന്ദിനിയെയും കൂട്ടി. എല്ലാവരും അവിടുന്ന് പോവും. അമ്മ വേദയുടെ മുഖത്തേക്ക് നോക്കും. വേദ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും. വിനായകൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് നന്ദിനി വന്നിട്ട് ചോദിക്കും, മനുഷ്യ, എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഈ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞേ? സത്യം പറയാം മനുഷ്യ, നിങ്ങൾ വല്ല മയക്കുമരുന്ന് ഇടപാടും തുടങ്ങിയോ? അതോ വല്ല സ്വർണ്ണക്കടത്തോ? എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു ഡീല് നടത്തി കൊടുക്കാൻ ഞാൻ ഏറ്റതിന് കിട്ടിയ ഗിഫ്റ്റ് വൗച്ചറാണ്. കുറേ കാശും കിട്ടും. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, ആരുമായിട്ട്? എന്ത് ഡീല്? നീ ആരോടും പറയരുത്. അപ്പോൾ നന്ദിനി സമ്മതിക്കും. അപ്പോൾ അയാൾ പറയാണ്, ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ ഫാമിലിയുമായിട്ട് ഒരു നൈസ് ഡീല്. അപ്പോൾ നന്ദിനി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ്, പശുവിൻ്റെ കടിയും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറഞ്ഞ പോലെ ജസ്റ്റിസ് ശങ്കരനാരായണന് അയാളുടെ മകളെയും കിട്ടും, നിനക്ക് അവൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. പോരെ? മനസ്സിലായില്ല? പറയാം. ഇന്ന് എനിക്കൊരു പ്രധാന മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റിസിൻ്റെ മകൻ ശ്രീകാന്തും അയാളുടെ ഭാര്യയുമായിട്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും ഒരു ടേബിളിലിരിക്കുകയാണ്. അവിടെ വിനായകനും ഉണ്ട്. വിനായകൻ ചോദിക്കുകയാണ്, സാറെന്താ കാണണമെന്ന് പറഞ്ഞേ? അത് ഞങ്ങൾക്ക് വിനായകൻ്റെ ചെറിയൊരു സഹായം വേണം. സ്ഥലം വിൽക്കാനോ അതോ വാങ്ങാനോ? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. സ്ഥലം വാങ്ങാനും വിൽക്കാനും ഒന്നും അല്ലടോ. അല്ലേ? അപ്പോൾ വർഷ ഇടപെട്ടുകൊണ്ട് പറയാണ്, അത് വിനായകന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അതാ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. ശ്രീ പറയാണ്, വേദയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. വിനായക, അവൾ നിങ്ങളുടെ വീട്ടിൽ കഴിയേണ്ടവളല്ല. അപ്പോൾ വിനായകനും പറയും, അയ്യോ അതിന് സംശയമുണ്ടോ? ആ കുട്ടി അവിടുന്ന് പോകണമെന്ന് തന്നെയാണ് വിക്രം പോലും ആലോചിക്കുന്നത്. പക്ഷേ ഒരുമാതിരി കൊളയട്ടയെ പോലെ ഇരിക്കല്ലേ ആ കൊച്ച്. അതിനെ തോണ്ടി എറിയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എനിക്കില്ലെങ്കിലും എൻ്റെ അച്ഛന് നാട്ടിലൊരു മര്യാദ ഉണ്ടല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ, ആ മര്യാദ ഇല്ലാതെ പെരുമാറുന്നതിന് ഞങ്ങളൊരു വിലയിട്ടാലോ? അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത് വിക്രം കഴുത്തിൽ കെട്ടിയ താലിയുടെ പേര് പറഞ്ഞാണ്. തൻ്റെ കഴുത്തിൽ കയറിയത് പവിത്രമായ എന്തോ ഒന്നാണെന്നാണ് അവളുടെ വിചാരം. അപ്പോൾ വിനായകൻ പറയാണ്, ശരിയാ, ഞാനും എൻ്റെ ഭാര്യയും ഇതും പറഞ്ഞ് കുറേ ചിരിക്കാറുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ പെങ്ങൾക്ക് തലക്ക് വല്ല അസുഖമുണ്ടോ? അപ്പോൾ വർഷ പറയാണ്, കുഴപ്പമില്ലെങ്കിൽ അവൾ ഇതിനൊന്നും നിൽക്കില്ലല്ലോ. അവൾ വിചാരിക്കുന്ന നിലയും വിലയൊന്നും ആ താലിക്ക് വിക്രം നൽകുന്നില്ല എന്ന് അവൾ കരുതണം. അതിന് വിനായകൻ ഞങ്ങളൊന്ന് സഹായിക്കണം. ഇതുവരെയായിട്ടും ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞില്ല. അപ്പോൾ അവനോട് എന്താ ചെയ്യേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുത്തത് നന്ദിനിയോട് പറഞ്ഞപ്പോൾ നന്ദിനി പറയാണ്, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? വിക്രം ഇതിനൊക്കെ വഴങ്ങുമോ? എടീ, 1, 2 അല്ലല്ലോ, ലക്ഷങ്ങളല്ലേ ഓഫർ. കാശ് കിട്ടിയ അവനെന്താ കഴിക്കുമോ? എന്നാലും ഇത്രയൊക്കെ കാശ് അവൾക്ക് വേണ്ടി മുടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിനായകൻ പറയാണ്, പണത്തിനേക്കാൾ ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവർക്ക്. കാര്യം നടന്ന 5 ലക്ഷമാണ് എനിക്കുള്ള ഓഫർ. അപ്പോഴോ? ഇത് കേട്ടതും നന്ദിനിയുടെ കണ്ണ് തള്ളി ഇരിക്കുകയാണ്.
ഈശ്വര, 5 ലക്ഷം രൂപയോ? കാശായിട്ട് തന്നെ കിട്ടുമോ? അതെ, ബാങ്ക് ട്രാൻസ്ഫർ വേണ്ടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാലുടനെ ഞാൻ ആ സ്ഥലത്തിൻ്റെ പൈസയിലേക്ക് കൊടുത്ത് കരാർ ചെയ്തു. അയ്യോ, അത് ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിച്ചു തരണേ. 5 ലക്ഷം ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ടാ. നന്ദിനി പറയാണ്. അവളെ ആകെ ആവേശത്തിലാണ്. കാര്യം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ടൂർ പോകുന്നു. ബാക്കി പിന്നെ അവർ നോക്കിക്കോളും. വിനായകൻ തുടരാണ്. നോക്ക്, ഇത് ആരോടും പറയരുത്. പറഞ്ഞാൽ അറിയാലോ, ചേട്ടനാണെന്നൊന്നും അവൻ നോക്കത്തില്ല. അവൻ്റെ അത്ര ആരോഗ്യമൊന്നും എനിക്കില്ല. നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമില്ല വിനയേട്ടാ. ഞാൻ ആരോടും പറയില്ല. എന്നിട്ട് അവൾ അവനോടൊന്ന് ശൃംഗരിക്കുകയാണ്. വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കും, നീ ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരുന്നുകൊണ്ട് കാര്യമുണ്ടോ വിക്രമ? എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിക്കണ്ടേ? എന്താലോചിക്കാൻ? അത് ശരി, നീ ഇപ്പോൾ ഒറ്റനടിയല്ല. അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. അതെ, എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കുക? ശ്രീനി സാറിനോട് പറഞ്ഞാലേ ആളെ തന്നെ മരക്കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ വല്ല ഓഫീസ് ജോലിയും കിട്ടില്ലേ? അപ്പോൾ വിക്രം ദേഷ്യത്തോടെ എണീറ്റുകൊണ്ട് പറയണം, ഞാനിവിടെ വന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ അത് പറഞ്ഞാൽ മതി. നീ എന്താടാ അങ്ങനെ പറയുന്നേ? രാജേട്ടൻ ചോദിക്കും. ആ കുട്ടി എന്തായാലും നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ അതിനുള്ള ചിലവ് കണ്ടെത്തണ്ടേ? ഈ വയസ്സാം കാലത്ത് അതിനുള്ള കാശും എൻ്റെ അച്ഛൻ കണ്ടെത്തണമെന്നാണോ? അത് കേട്ടതും വിക്രമിന് ദേഷ്യം വന്ന് കയ്യിലുള്ള എന്തോ ഒന്ന് എടുത്ത് എറിയാണ്. അങ്ങോട്ടേക്ക് സീത ഓട്ടോയിൽ വരികയാണ്. ഇത് എവിടെ നോക്കിയാൽ വിക്രമേട്ട എറിയുന്നേ? ജസ്റ്റ് മിസ്സായത് ഭാഗ്യം, അല്ലെങ്കിൽ അതേ ഗ്ലാസ് പൊട്ടി രൂപ 2000 കല്ലായേനെ. എന്നിട്ട് അവൾ തുടരാണ്. അതെ, എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമായി. ഇനി എന്താ നിങ്ങളുടെ പ്ലാന്? ഞങ്ങളും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ. ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? തീരുമാനിക്കാനൊന്നുമില്ല വിക്രമേട്ടന്. അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. സീത പറയാണ്. എന്നിട്ട് എന്നെയും കെട്ടി വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം. ബെസ്റ്റ്. ഇനി അവൻ നിന്നെയും കൂടി കെട്ടണോ? അതിനെന്താ, അവളെ കെട്ടിയല്ലോ. അവളെ കെട്ടിയത് വെറും വാശിയും ദേഷ്യം കൊണ്ടാണെന്നാണല്ലോ പറഞ്ഞേ. എൻ്റെ കാര്യത്തിലേ ഇത്രയും കാലത്തെ സ്നേഹം പ്രേമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൂടുതൽ അധികാരം എനിക്കാ. അപ്പോൾ വിക്രം അടുത്ത് വന്നുകൊണ്ട് പറയാണ്, പ്രേമോ? നിന്നോടോ? എന്താ ഇല്ലേ? അതേ അവസാന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് അവളെന്തോ ഒന്ന് നിലത്ത് നിന്ന് എടുത്തിട്ട് പറയാണ്, കുത്തി മരിക്കും ഞാൻ. അപ്പോൾ അവർ പറയാണ്, മോളെ അത് മൂർച്ചയുള്ള ഉളിയാണ്, കഴുത്തുനിന്ന് മാറ്റി പിടിക്കേ എന്ന് പറയും. അവൾ പറയും, ഞാൻ സത്യമായിട്ടാണ് പറഞ്ഞത്, ഇത്ര കാലം ഞാൻ ക്ഷമിച്ചു. ഇനിയിപ്പോൾ കുറ്റിയും പറിച്ചു വന്ന അവളുടെ പേരിൽ എന്നെ ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ ചാവണേന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഇയാളെയും കൊല്ലും, ഉറപ്പാ. എന്നിട്ട് വിക്രമിൻ്റെ നേരെ ചൂണ്ടുകയാണ് ആ ഉളി. അവൾ വിക്രം ദേഷ്യത്തോടെ അത് പിടിച്ചിട്ട് പറയാണ്, കൊല്ലടി, കൊല്ല്. ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.